To BSc Complementary Physics, Semester 4, 16th lecture, lecture number 16. The topic is quantum mechanics, 5th lecture. The topic is probability interpretation of wave function. Probability interpretation of wave function in quantum mechanics. And along with that, we discuss the operator form of Schrödinger equation. അപ്പോൾ ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ 5ാമത്തെ നമ്മുടെ ക്ലാസ്സാണ്. പിന്നെ ഈ കോംപ്ലിമെൻ്ററി ഫിസിക്സിലെ സെമിസ്റ്റർ 4-ലെ 16ാമത്തെ ക്ലാസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഓപ്പറേറ്റർ ഫോമിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഷ്രോഡിംഗർ ഇക്വേഷൻ ഓപ്പറേറ്റർ ഫോം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ വേവ് ഫംഗ്ഷൻ, ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. So you see operator form Schrödinger equation once again. In the last class we have seen the operator form H psi C psi, and that we discuss again here. Operator form of Schrödinger equation. The question is, how will you obtain TDSE and TISE from operator form of Schrödinger equation? How will you obtain TDSE and TISE from operator form of Schrödinger equation? എങ്ങനെയാണ് ഓപ്പറേറ്റർ ഫോമിൽ നിന്ന് ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷനും അതുപോലെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷനും കിട്ടുക? അതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റർ ഫോം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ദ ഓപ്പറേറ്റർ ഫോം ഓഫ് എസ് ഇക്വേഷൻ, എസ് മീൻസ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഈസ് H psi C psi, ഇക്വേഷൻ നമ്പർ 1. ഒബ്റ്റൈനിങ് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ, എസ് ഇക്വേഷൻ. എങ്ങനെയാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം കണ്ടുപിടിക്കുക? We know H op or H is equal to minus H cut square by 2 del square plus V. That is the Hamiltonian operator. We write as H op or simply H. The time operator for energy is E or E op I H cut dou by dou T. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ക്വാണ്ടം മെക്കാനിക്സ് ഓപ്പറേറ്റർ മെക്കാനിക്സ് ആണ്. ഓരോ ഡൈനാമിക്കൽ വേരിയബിളിനും മൊമെൻറ്റം ആണെങ്കിലും ടോട്ടൽ എനർജി ആണെങ്കിലും കൈനറ്റിക് എനർജി ആണെങ്കിലും എല്ലാത്തിനും ഓപ്പറേറ്റർ ഉണ്ട്. ടോട്ടൽ എനർജിയുടെ ഒരു ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ മൈനസ് H cut square by 2 del square plus V is equal to H എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ്. അത് ശരിക്കും ഒരു സ്പേസ് ഓപ്പറേറ്ററാണ്. അവിടെ ഡോ സ്ക്വയർ ബൈ ഡോ സ്ക്വയർ ഇങ്ങനെ XYZ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പേസ് ഓപ്പറേറ്റർ എന്ന് പറയും. എനർജിക്ക് തന്നെ, ഈ ടോട്ടൽ എനർജിക്ക് തന്നെ ഒരു ടൈം ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജിക്ക് സ്പേസ് ഓപ്പറേറ്റർ ഉണ്ട്, അതാണ് എച്ച് ഓപ്പറേറ്റർ. ഒരു ടൈം ഓപ്പറേറ്റർ ഉണ്ട്. ആ ടൈം ഓപ്പറേറ്റർ നമ്മൾ എന്ന് തന്നെ എഴുതുന്നത്, ഈ ഓപ്പ്, അതിൻ്റെ വില IH cut ഡോ ബൈ ഡോ ടി ആണ് ഈ കാണുന്നത്. ആ സെൻറ്റൻസ് ആണ് ഞാൻ വായിച്ചത്. ഇത് ടൈം ഓപ്പറേറ്റർ ഫോർ ഈ ഓപ്പ് ഈക്വൽ ടു IH ഡോ ബൈ ഡോ ടി. So equation 1, the operator form becomes, നമ്മൾ ആ ഇക്വേഷൻ 1-നകത്ത് എച്ചിൻ്റെ സ്ഥാനത്തും അതുപോലെ ഇയുടെ സ്ഥാനത്തും ഈ 2 ഓപ്പറേറ്റേഴ്സ് കൊടുക്കുക, എച്ചും ഇയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ നോക്കി, മൈനസ് H cut square by 2 del square plus V psi H psi ഈക്വൽ ടു അപ്പുറത്ത് ഈ psi IH cut ഡോ ബൈ ഡോ ടി ഓഫ് psi, ദാറ്റ് ഈസ് IH cut ഡോ psi ബൈ ഡോ ടി. ഇനി RHS LHS ആയിട്ട് വിചാരിക്കുക, LHS RHS ആയിട്ട് വിചാരിക്കുക. അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം മാറ്റിയിട്ട് നമ്മൾ മൈനസ് കൊണ്ട് വെട്ടുന്ന പോലെ A സമം B ആണെങ്കിൽ B സമം A എന്ന് പറയുന്ന രീതിയിൽ എഴുതുകയാണ്. IH cut ഡോ psi ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് H cut square by 2 del square psi പ്ലസ് V psi. അപ്പോൾ തീർന്നു. ഇതാണ് ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗർ ഇക്വേഷൻ. അപ്പോൾ H psi C psi എന്നുള്ളത് എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ആ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നത് എന്ന് നോക്കുക. H psi E psi നേരിട്ട് എച്ചിൻ്റെ വാല്യൂവും അതുപോലെ H ഓപ്പറേറ്ററിൻ്റെ വാല്യൂവും ഈ ഓപ്പറേറ്ററിൻ്റെ വാല്യൂവും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ TDSE ആണ് കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ TDSE ഈ താഴെ കാണുന്ന അതേപടി പഠിക്കാൻ പ്രയാസമാണെങ്കിൽ, അത് പഠിക്കാൻ പ്രയാസമെന്ന് പറയാൻ പാടില്ല, പഠിച്ചിരിക്കണം. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ മറന്നുപോയി കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ഓർത്തിട്ടാൽ മതി. എന്നിട്ട് H psi ഈസ് ഈക്വൽ ടു E psi എന്ന് എഴുതിയിട്ട് എച്ചിൻ്റെയും ഇയുടെയും വാല്യൂ കൊടുത്താൽ മതി.
അപ്പോൾ അങ്ങനെ TDS കിട്ടി. ഇനി നമുക്ക് TISC കാണുന്ന എങ്ങനെ നോക്കാം. ഈ ഓപ്പറേറ്റർ ഫോമിൽ നിന്ന് TISC കാണുന്ന എങ്ങനെ നോക്കുക. ഒബ്റ്റൈനിങ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം ഓഫ് S ഇക്വേഷൻ H is equal to minus h cut square by 2m del square plus v. അപ്പോൾ അത് ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം കാണാനായിട്ട് H സൈ ഈക്വൽ ഈ സൈഡകത്ത് ഈയുടെ വാല്യൂ കൊടുക്കരുത്, ഈയുടെ ഓപ്പറേറ്റർ കൊടുക്കരുത്, എച്ചിൻ്റെ ഓപ്പറേറ്റർ മാത്രമേ കൊടുക്കാവൂ. ദാറ്റ് ഈസ് മൈനസ് h cut square by 2m del square plus v സൈ ഈസ് ഈക്വൽ ഈ സൈ. ഈ അതുപോലെ തന്നെ ഇടണം, ഓപ്പറേറ്ററായിട്ട് ടൈം ഓപ്പറേറ്ററായിട്ട് മാറ്റരുത്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? മൈനസ് h cut square by 2m del square psi plus v psi is equal to e psi. ബ്രാക്കറ്റ് മാറ്റിയതാണ്. ഇനി നമുക്ക് ആ ലെഫ്റ്റിലുള്ള ടേം റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ലെഫ്റ്റ് 0 ഈസ് ഈക്വൽ ടു പ്ലസ് h cut square by 2m del square psi പ്ലസ് e മൈനസ് v psi. കാരണം v psi കൂടി റൈറ്റിലേക്ക് പോകണ്ടേ, സമത്തിന് അപ്പുറത്ത് പോകണ്ടേ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് മൈനസ് v psi ആകും. എന്നിട്ട് psi കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ e മൈനസ് v psi എന്ന് കിട്ടും. ഇനി ഈ കാണുന്ന ഇക്വേഷനെ നമ്മൾ 2/h cut square കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ h cut square by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നെങ്കിൽ h cut square by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 2/h cut square എന്ന് പറയാം. അങ്ങനെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? LHSൽ 0, RHSൽ ആ h cut square by 2 വെട്ടിപ്പോയിട്ട് del square psi പ്ലസ് 2/h cut square e മൈനസ് v psi. ഇവിടെയും നമുക്ക് a സമം b ആണെങ്കിൽ b സമം ഏത് വായിക്കാമല്ലോ, അപ്പോൾ തിരിച്ച് വായിക്കണം. del square psi പ്ലസ് 2/h cut square ഇൻറ്റു e മൈനസ് v psi is equal to 0. എന്താണിത്? ഇത് TISC ആണ്, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. അങ്ങനെയാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ h psi is equal to e psi മാത്രം പഠിച്ചാൽ നമുക്ക് TDSC കാണാം, TISC കാണാം. TDSC കാണുമ്പോൾ എച്ചിൻ്റെയും ഇയുടെയും ഓപ്പറേറ്റേഴ്സ് കൊടുക്കണം. TISC കാണുമ്പോൾ h ഓപ്പറേറ്റർ മാത്രം കൊടുത്താൽ മതി. ഇനി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അതിൽ 1-2 ഷോർട്ട് ആൻസർ, 2-3 ഷോർട്ട് ആൻസറായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതിന് നമ്മൾ പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. വേവ് ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ, ഈ സാധ്യത പ്രോബിലിറ്റി വെച്ചുള്ള ഒരു വ്യാഖ്യാനമാണ് ഈ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറിയാമെങ്കിൽ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വേവ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാകും. വേവ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ സൈ അറിയാമെങ്കിൽ അതിൻ്റെ എനർജി, മൊമെൻറ്റം, പൊസിഷൻ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. പാർട്ടിക്കിളിൻ്റെ ഒരു മാറ്റർ വേവ് നിർമ്മിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി, മൊമെൻറ്റം, വെലോസിറ്റി, പൊസിഷൻ, കൈനറ്റിക് എനർജി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ വേവ് ഫംഗ്ഷൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതിനൊരു വ്യാഖ്യാനമുണ്ട്, ഒരു പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഈ വേവ് ഫംഗ്ഷൻ മീൻ ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ ഡിസ്കഷൻ. അപ്പോൾ അവിടെ ആ ടൈറ്റിൽ നോക്കിക്ക്, പ്രോബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ FUN, FN എന്ന് ഇട്ടാൽ മതി. അപ്പോൾ N അങ്ങ് ക്യാൻസലായി പോയി. അപ്പോൾ FN എന്ന് തുടങ്ങണം, FN വേവ് ഫംഗ്ഷൻ എന്ന് കംപ്ലീറ്റ് ചെയ്യണം. വേവ് ഫംഗ്ഷൻ, കാരണം FN എന്ന് എഴുതിയാൽ ഫംഗ്ഷൻ എന്ന് വായിക്കുക. വേവ് ഫംഗ്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ആസ് psi is equal to 1 psi is equal to a e raised to minus i omega into t minus x by v. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇത് ഒമേഗ ഇൻറ്റു ബിയിലുള്ള ഇക്വേഷൻ. അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ, കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. നമ്പർ 2, psi is equal to a e raised to minus i by h cut e t minus px. രണ്ടും വേവ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷനാണ്. രണ്ടാമത്തേനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത്. ആർ ദ equations of wave function, that is in the case of matter waves wave function, and that is in the case of matter waves the wave function is complex. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ പറയുമ്പോഴും നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ രണ്ട് റെപ്രസെൻറ്റേഷൻ പറയുമ്പോഴും അവിടെ ഐ വരുന്നുണ്ട്. ഐ വരുമ്പോൾ ഫംഗ്ഷൻ ഇമാജിനറി ആണ്. അതുകൊണ്ട് ഇതിനെ അതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ കോംപ്ലക്സ് ആണെന്ന് പറയാം. കോംപ്ലക്സ് എന്താണ് ഈ കോംപ്ലക്സിൻ്റെ മീനിങ്? അത് നമുക്ക് തുടർന്നുള്ള ലൈനുകളിൽ പറയും.
ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കോംപ്ലക്സ് നേച്ചർ ഓഫ് വേവ് ഫംഗ്ഷൻ മീൻസ് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ കനോട്ട് ബി ഒബ്സർവ്ഡ് ലൈക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ സ്ട്രിങ്. ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് ദർ ഇസ് നോ മീഡിയം ടു ട്രാൻസ്മിറ്റ് ദ മാറ്റർ വേവ്സ്. അപ്പോൾ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ചരടിൽ വേവ്സ് കാണുന്ന പോലെ, അല്ലെങ്കിൽ ജലത്തിൽ വാട്ടർ സർഫസിൽ വേവ്സ് കാണുന്ന പോലെ ഈ മാറ്റർ വേവിനെ കാണാനാവില്ല, നമുക്ക് നേരിട്ട് നോക്കി കാണാൻ പറ്റില്ല. അത് അതിൻ്റെ ഒരു കോംപ്ലക്സ് നേച്ചറിനെ കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് ദർ ഇസ് നോ മീഡിയം ടു ട്രാൻസ്മിറ്റ്. അതുപോലെ മാറ്റർ വേവ് സഞ്ചരിക്കുന്നതിന് ഒരു മാധ്യമത്തിൻ്റെ മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ദ വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഓൾസോ കോൾഡ് പ്രോബിലിറ്റി വേവ് ഫംഗ്ഷൻ. ഈ സൈയെ വേവ് ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു രീതിയാണ് പ്രോബിലിറ്റി വേവ് ഫംഗ്ഷൻ, ബിക്കോസ് ഇറ്റ് ടെൽസ് us about the probability of finding the particle in space at a particular instant. ഒരു പ്രത്യേക സമയത്ത് മാറ്റർ വേവ് അയക്കുന്ന പാർട്ടിക്കിൾ പ്രസൻ്റ് ആണ്, ഇലക്ട്രോൺ പ്രോട്ടോൺ പോലുള്ള പാർട്ടിക്കിൾ പ്രസൻ്റ് ആണ് എന്നുള്ളത് കൂടിയാണ് ഈ ഫംഗ്ഷൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നിർമ്മിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആ സമീപത്ത് കാണും എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. പ്രോബിലിറ്റി ഈസ് റിയൽ ബട്ട് ദ വേവ് ഫംഗ്ഷൻ ഈസ് കോംപ്ലക്സ്. പ്രോബിലിറ്റി, ഈ സാധ്യത എന്ന് പറയുന്നത് ഒരു റിയൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് അളക്കുന്നത്, എന്നാൽ വേവ് ഫംഗ്ഷൻ കോംപ്ലക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന അടുത്തൊരു വാക്കാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി. പ്രോബിലിറ്റി ഡെൻസിറ്റി, അതിനെ നമ്മൾ പി എന്നാണ് വിളിക്കുന്നത്. പ്രോബിലിറ്റി ഡെൻസിറ്റി പി. A wave function size is complex quantity. We can get a real quantity by multiplying psi by its complex conjugate. അത് നമ്മൾ കോംപ്ലക്സ് അനാലിസിൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കുന്നതാണ്. ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് കാണാനായിട്ട്, അതിൻ്റെ ആ വില കാണാനായിട്ട് നമ്മളതിന് കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് കുടിക്കുന്ന രീതിയുണ്ട്. ഒരു കോംപ്ലക്സ്, ഇപ്പോൾ a+ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റാണ് a-ib. അവ രണ്ടും കൊണ്ട് വിളിച്ചിട്ട് റൂട്ട് എടുത്താൽ നമുക്കതിൻ്റെ മോഡുലസ് കിട്ടും. അങ്ങനെ നമ്മൾ പഠിക്കുന്നത് a² + b² റൂട്ട്, അത് ആ നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ ആണ്. ഇങ്ങനെ മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെപ്പോഴും കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് ഗുണിക്കും. ദാറ്റ് ഈസ് psi × psi*. psi ആണ് വേവ് ഫംഗ്ഷൻ, psi* ആണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. ദാറ്റ് ഈസ് psi* ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയെ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് റിയൽ ക്വാണ്ടിറ്റി കിട്ടും. അതിനെ നമ്മൾ പി എന്നാണ് വിളിക്കുന്നത്. ആൻഡ് psi* പി എന്ന് പറയും. ഈസ് കോൾഡ് പ്രോബിലിറ്റി ഡെൻസിറ്റി. ഇത് മൊമെൻറ്റുമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പി വേറെയാണ്, പ്രോബിലിറ്റി ഡെൻസിറ്റിയാണ്. പി പലയിടത്ത് മൊമെൻറ്റത്തിൻ്റെ സിമ്പലും പി ആണ്, പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ സിമ്പലും പി ആണെന്ന് ഓർത്തോളാം. അതിന് psi* ഈസ് പി ഈസ് കോൾഡ് പ്രോബിലിറ്റി ഡെൻസിറ്റി. It gives the probability of finding the particle in unit volume. യൂണിറ്റ് വോളിയത്തിൽ ഈ പാർട്ടിക്കിൾ, ഈ മാറ്റർ വേവ് പുറപ്പെടുവിക്കുന്ന പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രോബിലിറ്റി ഡെൻസിറ്റി കാണിക്കുന്നത്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഡെൻസിറ്റി P = psi*, ഇക്വേഷൻ 1. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷന് വാട്ട് ഈസ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് P = psi*, where psi is the wave function and psi* is the complex conjugate, and this probability density is a real quantity. അപ്പോൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ. പ്രോബിലിറ്റി W. പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിലെ പ്രോബിലിറ്റിയാണ്. അപ്പോൾ ടോട്ടൽ വോളിയം ഉണ്ടെങ്കിൽ എന്താണ് പ്രോബിലിറ്റി? അതാണ് W എന്ന് പറയുന്നത്. W എങ്ങനെ പറയാൻ നോക്കി? The probability of finding a particle in a small volume d2 is given by psi d2. ഈ ഇവിടെ വോളിയം എഴുതുന്നത് നമ്മൾ d2 എന്നാണ്. ടോ അറിയാമല്ലോ, ടോർക്കിൻ്റെ ടോ പോലെ എഴുതുന്നത്. നമ്മൾ ടി പോലെ മോളി വരച്ചിട്ട് സി പോലെ താഴോട്ട് നീട്ടുന്നതാണ് ടോ എന്ന് പറയുന്നത്. d2 നോക്കി മനസ്സിലാക്കുക. ഈ വോളിയത്തിൽ നമ്മൾ dv എന്ന് പറഞ്ഞാലും മതിയായിരുന്നു, അതായത് psi* dv എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ d2 എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഈ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ കൂടെ വരും, വി എന്നുള്ള ഫംഗ്ഷൻ വരും. ഇപ്പോൾ നമ്മൾ വോളിയം വി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷനുമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വോളിയത്തെ നമ്മൾ d2 എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ വി എന്ന് തന്നെ പറയും.
The probability of finding a particle in a small volume d2 is given by psi psi star d2. Hence, the probability of finding a particle in a given volume is given by W's volume integral. Integral over tau എന്ന് പറയട്ടെ, integral over tau അത് വോളിയം ഇൻ്റഗ്രലാണ്. വോളിയം ഇൻ്റഗ്രൽ psi psi star d2, ഇക്വേഷൻ നമ്പർ 2, where d2 is equal to dx dy dz. വോളിയം ആണല്ലോ, വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, അതുകൊണ്ടാണ് dx dy dz എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രോബിലിറ്റി? ദാറ്റ് ഈസ് W is equal to വോളിയം ഇൻ്റഗ്രൽ psi psi star d2. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, W is equal to വോളിയം ഇൻ്റഗ്രൽ ഓവർ ടോ പി d2 എന്ന് പറയാം. പി ആണല്ലോ psi psi star പ്രോബിലിറ്റി ഡെൻസിറ്റി. എഗെയിൻ ഇപ്പോൾ പ്രോബിലിറ്റി ഡെൻസിറ്റി W കണ്ടുപിടിച്ചു. എഗെയിൻ W is 1, അതാണ് നമ്മുടെ രീതി. W എപ്പോഴും 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ദാറ്റ് ഈസ് വോളിയം ഇൻ്റഗ്രൽ psi psi star d2 is equal to 1, ഇക്വേഷൻ നമ്പർ 3. എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോബിലിറ്റിയെ 1ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു? അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആകട്ടെ. വൈ വി ഇക്വേറ്റ് ദിസ് പ്രോബിലിറ്റി ഈക്വൽ ടു 1? വൈ വി റൈറ്റ് വോളിയം ഇൻ്റഗ്രൽ psi psi star d2 is equal to 1? That is explained here. The reason for equating the above volume integral to 1 is that the particle must be present somewhere in the given space and the probability is 1. Equation number 3 is called normalization condition of the wave function. അപ്പോൾ നോക്കിയേ, എന്തുകൊണ്ട് ഈ പ്രോബിലിറ്റി ഈ ഇൻ്റഗ്രൽ ഓവർ ടോ psi psi star d2 ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഈ വേവ് ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾ പ്രസൻ്റ് ആണ് എന്ന് ഉറപ്പിക്കുകയാണ്. 1 അല്ല 0 ആണെങ്കിൽ അവിടെ പാർട്ടിക്കിൾ ഇല്ല, വേവ് ഇല്ലെന്നർത്ഥം. അപ്പം വേവ് ഫംഗ്ഷൻ പുറപ്പെടുവിക്കുന്ന, അതിന് കാരണമാകുന്ന പാർട്ടിക്കിൾ പ്രസൻ്റ് ആണ് സംവെയർ ഇൻ സ്പേസ്, ആ സ്പേസിൽ എവിടെയെങ്കിലും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് 1 ഇക്വേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ദി റീസൺ ഫോർ ഇക്വേറ്റിംഗ് ദി എബവ് വോളിയം ഇൻ്റഗ്രൽ ടു 1 ഈസ് ദാറ്റ് ദ പാർട്ടിക്കിൾ മസ്റ്റ് ബി പ്രസൻറ്റ് സംവെയർ ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ദ പ്രോബിലിറ്റി ഈസ് 1. ഇക്വേഷൻ 3, ഈ മുകളിലത്തെ ഇക്വേഷൻ 3 ഈസ് കോൾഡ് നോർമലൈസേഷൻ കണ്ടീഷൻ ഫോർ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ചോദിക്കാൻ മനുഷ്യർക്ക്, വാട്ട് ഈസ് നോർമലൈസേഷൻ കണ്ടീഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ? അപ്പോൾ ആ മുകളിൽ കാണുന്ന ഇക്വേഷൻ ഇൻ്റഗ്രൽ ഓവർ ടോ psi psi star d2 is equal to 1. അപ്പോൾ അങ്ങനെ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ പറഞ്ഞു. When a wave function satisfies such a condition, it is said to be normalized. അപ്പോൾ മുകളിൽ കാണുന്ന കണ്ടീഷൻ ഏതെങ്കിലും വേവ് ഫംഗ്ഷൻ അനുസരിക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. നോർമലൈസേഷൻ കണ്ടീഷൻ അനുസരിക്കുന്ന വേവ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഇനി നമ്മൾ പറയുന്നത് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് n ആണ്. n എന്നോ a എന്നോ പറയാം കേട്ടോ, ക്യാപിറ്റൽ എന്നോ n എന്നോ പറയാം. ഇഫ് ദ വോളിയം എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ഇത് നോർമലൈസേഷൻ കണ്ടീഷൻ നമ്പർ 3 ബിക്കംസ് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി psi psi star d2 is equal to 1. ഇക്വേഷൻ നമ്പർ 4. അതായത് നമ്മൾ ഈ പാർട്ടികളിരിക്കുന്ന ആ സ്പേസ് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണെങ്കിൽ വോളിയം ഇൻ്റഗ്രലിനെ നമുക്ക് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം, psi psi star d2 is equal to 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നോർമലൈസേഷൻ കണ്ടീഷനാണ് ഇൻഫിനിറ്റ് സ്പേസിൽ. For equation number 4 to be finite, psi must tend to 0 as r tends to infinity, plus or minus infinity. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഇല്ലാതെ വരും. ഇൻഫിനിറ്റിക്കുള്ളിൽ, അതായത് നമ്മൾ വിചാരിക്കുന്ന ഇത് എവിടം വരെയാണ്, അതിനുള്ളിൽ മാത്രമാണ് വേവ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ആറിൻ്റെ ഈ ഡിസ്റ്റൻസിൻ്റെ ദൂരം, എക്സിൻ്റെ വൈയുടെയൊക്കെ ദൂരം ഇൻഫിനിറ്റി കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഇല്ല, അന്നേരം വേവ് ഫംഗ്ഷൻ 0 ആയി പോകും. അപ്പോൾ ആ ലിമിറ്റഡ് ഈ നമ്മൾ എന്തുമാത്രം സ്പേസ് എടുക്കുന്നു അതിനകത്താണ് ഈ പാർട്ടിക്കിൾ ഉള്ളത്, അവിടെയാണ് നോർമലൈസേഷൻ കണ്ടീഷൻ കൊടുക്കേണ്ടത്. അതിന് പുറത്തായി കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ ഇല്ല.
ഹെൻസ് വൺ ക്യാൻ, അപ്പോൾ ഇൻഫിനിറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇല്ലാതാകുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എൻ കൊണ്ട് ഗുണിക്കാം. ഹെൻസ് വൺ ക്യാൻ മൾട്ടിപ്ലൈ സൈ ബൈ എ കോൺസ്റ്റൻറ്റ് എൻ. അപ്പോൾ ഇൻഫിനിറ്റ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് 0 ആകുന്നതുകൊണ്ട് നമുക്ക് എൻ കൊണ്ട് ഗുണിച്ചാലും വേവ് ഫംഗ്ഷൻ എൻ കൊണ്ട് ഗുണിച്ചാലും ആ കണ്ടീഷൻ അനുസരിക്കും. അല്ലെങ്കിൽ ഇത്രയല്ല, സൈ എന്നുള്ള ഫംഗ്ഷൻ ഷ്രോഡിംഗർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എൻ സൈ ആ ഫംഗ്ഷനെ എൻ കൊണ്ട് ഗുണിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആ ഷ്രോഡിംഗർ ഇക്വേഷനകത്ത് സാറ്റിസ്ഫൈഡ് ആകും എന്നർത്ഥം. ഹെൻസ് വൺ ക്യാൻ മൾട്ടിപ്ലൈ സൈ ബൈ എ കോൺസ്റ്റൻറ്റ് എൻ, ദെൻ ഇക്വേഷൻ 4 ബിക്കംസ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എൻ സൈ സ്റ്റാർ. എൻ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഇല്ല. അപ്പോൾ സൈക്ക് മാത്രം കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊടുത്താൽ മതി. എൻ സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു 1. ആ എൻ ഇൻറ്റു എൻ കോൺസ്റ്റൻറ്റ് എൻ സ്ക്വയർ ആയിട്ട് മാറും. അത് പുറത്തേക്ക് എടുക്കുക, ഇൻ്റഗ്രൽ സൈൻ്റെ പുറത്തേക്ക് എടുക്കുക. എൻ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു 1. ഇക്വേഷൻ നമ്പർ 5. The constant n is called normalization constant, and this is also a normalization condition. Similar to equation 3, equation 6 is also a normalization condition. നമ്മൾ നേരത്തെ n ഇല്ലാതെ വോളിയം ഇൻ്റഗ്രൽ ഓവർ ടോ എന്ന് പറഞ്ഞിരുന്നു. ഇൻ്റഗ്രൽ ഓവർ ടോ സൈസ് സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ എന്ന് പറഞ്ഞിരുന്നു. അത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 5 എൻ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈസ് സ്റ്റാർ ഡി ടു ഇസ് ഈക്വൽ 1. ഇതിനെയും വിളിക്കുന്ന പേരാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഇവിടെ എന്നിനെ വിളിക്കുന്ന പേരാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. നേരത്തെ പറഞ്ഞപ്പോൾ അത്തരം ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. If psi is a solution of Schrodinger equation, then n psi is also solution of Schrodinger equation. അതാണ് കാരണം. psi Schrodinger equationൻ്റെ ഒരു സൊല്യൂഷനായിട്ട് മാറുകയാണെങ്കിൽ എൻ സൈയും അതിന് കോൺസ്റ്റൻറ്റ് എൻ കൊണ്ട് ഗുണിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യനൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗിവ് ദി പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ വേവ് ഫംഗ്ഷൻ, എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് വേവ് ഫംഗ്ഷൻ, what are normalization condition and normalization constant applied to wave function. അപ്പോൾ ഇതിനകത്ത് പഠിക്കേണ്ട നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻ ഞാനൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു മെമ്മറിക്ക് വേണ്ടി. പി ഇസ് സൈസ് സ്റ്റാർ, അത് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ടോ സൈസ് സ്റ്റാർ ഡി ടോ, ദാറ്റ് ഈസ് നോർമലൈസേഷൻ കണ്ടീഷൻ. നോട്ട് എ കണ്ടീഷൻ, ഇറ്റ് ഈസ് പ്രോബബിലിറ്റി. Volume integral over tau psi star d2 is equal to 1, normalization condition. Also n square integral over tau psi star d2 is equal to 1, another form of normalization condition. In the last equation, n is called normalization constant. The questions are again repeated here. For clarity, questions are repeated. Questions: റൈറ്റ് എ നോട്ട് ഓൺ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ വേവ് ഫംഗ്ഷൻ. അപ്പോൾ അത് നമ്മൾ എല്ലാ പോയിൻറ്റും ചേർത്ത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഒന്ന് കുറച്ച് എല്ലാം കൂടി ചേർത്തൊന്ന് എഴുതിക്കൊള്ളാം. നമ്പർ 2, വാട്ട് ആർ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി പറഞ്ഞിട്ടാണ് പ്രോബബിലിറ്റി പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് നോർമലൈസേഷൻ കണ്ടീഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, വാട്ട് ഈസ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിലെല്ലാത്തിൻ്റെ ഉത്തരം മുകളിൽ പറഞ്ഞ പാരഗ്രാഫുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വായിച്ച് എഴുതി പഠിച്ചാൽ മതി. That is all with your 16th lecture on complementary physics. Thank you.